എവിടെയാണ് പ്രിയമുള്ളവരെ അപരന്റെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ വേണ്ടി ഒരപ്പക്കഷങ്ങൾ ചുടുവാനായിട്ട് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ സുന്ദര ഭാവമാണ് ഇതെന്ന് കരുതുവാൻ നമുക്ക് സാധ്യമാകുക. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നമ്മളായിരിക്കുന്നു. പ്രാർത്ഥനകളുടെ അനുഭവങ്ങളിൽ, താഴായ്മയുടെ അനുഭവങ്ങളിലൊക്കെ നമ്മൾ അവളെ അടയാളപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥിച്ച സ്ത്രീയാണ് തൻ്റെ മകനെയും കൊണ്ട് ഇല്ലയോ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പെരുന്നാളിന് പോയി എന്നൊക്കെയുള്ള ദേവാലയത്തിന്റെ ശീലങ്ങളും പ്രാർത്ഥനകളുടെ അനുഭവങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും കൈമാറിയിട്ടുണ്ടാവാം. എന്നാലൊക്കെ പ്രിയമുള്ളവരെ ചിന്തിക്കണം, പ്രാർത്ഥിച്ച് മാത്രം ഇരുന്നൊരു സ്ത്രീയായിട്ടാണോ പരിശുദ്ധ അമ്മയെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? ആണോ? യഹൂദ്യ പട്ടണത്തിലേക്ക് തന്റെ ചാർച്ചക്കാരി എലിശബേത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ഒരു യാത്രയുണ്ടല്ലേ.